ഹലോ, അപ്പോൾ അതാ ഇന്ന് ചിന്നുട്ടിനെ കൊണ്ട് ബ്യൂട്ടി പാർലറിലേക്ക് വന്നതാണ് കേട്ടോ. കാര്യം എന്താ വിചാരിച്ചാൽ കുറച്ച് ദിവസമായി അവളിങ്ങനെ മുടിക്ക് കളറ് ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അതിന് ഞാൻ വഴങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. ഈ നല്ല കറുത്തിരിക്കണം മുടിയുടെ മുകളിൽ പല ചായങ്ങളും കൂടിയും വെച്ച് തേക്കുന്ന ആ പരിപാടിയോട് ഞാൻ ഒട്ടും യോജിക്കണില്ല കേട്ടോ. അവസാനം എൻ്റെ അടുത്ത് നിന്ന് ഏതായാലും അതിനുള്ള അനുവാദം കിട്ടൂല എന്ന് കണ്ടതുകൊണ്ട് തന്നെ അച്ഛനെ നല്ലോണം നല്ല സോപ്പിട്ട് കേട്ടോ. അച്ഛനെ സോപ്പിട്ട് ഏതായാലും ഇതാക്കണോ ബ്യൂട്ടി പാർലറിലെ കസാലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ വന്ന പടേ അവരിതാക്കണ മുടികളൊക്കെ നല്ല ലെയറാക്കി മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നല്ലോണം വൃത്തിയിൽ കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഓയിലിൻ്റെ കണ്ടൻറ്റൊന്നും പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓയിലൊക്കെ കളയാൻ വേണ്ടിയിട്ട് നല്ലോണം വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ലെയർ മാത്രം. എന്നിട്ട് ഇതാ അതിന് ശേഷം നമ്മളല്ല ബ്യൂട്ടീഷ്യൻ അവളെ മുടിയിലൊക്കെ അതാക്കണ ഒരു ക്രീം പോലെ തേക്കുന്നുണ്ട് കേട്ടോ. ഇത് ഹെയർ ബ്ലീച്ച് ചെയ്യുക എന്തോ ആണ് പരിപാടി. എന്തായാലും ചെന്നതല്ലേ വെച്ചിട്ട് ഒന്ന് വീഡിയോ പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതാക്കണോ പിന്നെ ആ ബ്ലീച്ച് ചെയ്തതൊക്കെ അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ അതാക്കണോ നമ്മളെ മുടീൻ്റെ കളറൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു നരച്ചൊരു മഞ്ഞ കളർ മുടി പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാക്കണോ ഇനി ഇതുമലൊക്കെയാണ് ഇനി കളറ് കൊടുക്കണത്. വല്ലാതെ ഫുള്ളായിട്ട് കളറ് കൊടുക്കണില്ല, കളറ് ചെയ്യണില്ല. എന്താ പറയുക, അപ്പോൾ കുറച്ച് ഭാഗം സ്കൂളിലേക്കും കൂടി പോകേണ്ടതല്ലേ. അപ്പോൾ വല്ലാതെ കോപ്പറേറ്റീവ് കാട്ടിക്കഴിഞ്ഞാലേ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ആട്ടും ചിലപ്പോൾ. പിന്നെ നമ്മൾ ബ്ലാക്ക് അടിക്കാൻ നടക്കേണ്ടി വരും. അപ്പോൾ ആ ഉദ്ദേശത്തോട് കൂടി ഇതാക്കണം. അവൾ മുടിയൊക്കെ അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അതാണ് കളർ നമ്മൾ ബ്ലീച്ച് ചെയ്തതിന് ശേഷമുള്ള മുടീൻ്റെ കളർ. ഇനി അതിന് ശേഷം പിന്നെ ഇതാക്കണോ അവൾ ചെയ്യുന്നത് എന്താ പറയുക, ഈ കളറിനതാ ബർഗണ്ടി കളർ അത് മതി എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു മണിക്കൂറിന് ശേഷം പിന്നെ ഇതൊക്കെ അഴിച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് മുടിയൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാക്കണോ അവളുടെ മുടിയൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലോണം ഒന്ന് ചീകി മിനുക്കി നല്ല നീറ്റാക്കി കൊടുക്കാൻ കേട്ടോ നമ്മളെ ബ്യൂട്ടീഷ്യൻ ചേച്ചി. ഒരു 2 മണിക്കൂറത്തെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കളറ് പിടിക്കണമെച്ചെങ്കിലൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ നമ്മളെ ചിന്നുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു അടങ്ങി നിൽക്കാത്തൊരു പ്രകൃതമാണ് കേട്ടോ. അത് കസാലയിൽ കറങ്ങിയിട്ടും ഇരുന്നിട്ടും നേരം ഒരുപാട് അവോളം അവളേതായാലും ക്ഷമിച്ച് നിന്നിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഓക്കെ ഈ ഹെയർ കളർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര താല്പര്യമായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ നമ്മളെ ചിന്നുട്ടീൻ്റെ ഹെയറിൻ്റെ ലാസ്റ്റ് അവസ്ഥ. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ കുറച്ച് ഭാഗമായിട്ട് ആ തുമ്പ് ഭാഗത്തായിട്ട് കുറച്ചൊന്നുകൊണ്ട് പാറിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് കുറച്ച് ഭാഗം അവിടെ നിന്ന് ആ തുമ്പിന് ഒന്ന് കളർ അവിടെ മൊത്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2 സൈഡിലും ലെയറായിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൂപ്പറായില്ലേ. അപ്പോൾ അതാക്കണു. പിന്നെ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വൃത്തികേടല്ലേ. ഇതന്നെ എനിക്ക് താല്പര്യമില്ല കേട്ടോ. അത് അവളെ ഇഷ്ടത്തിന് മാത്രം ചെയ്തതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അച്ഛനെ സോപ്പിട്ട് ഏതായാലും ആൾ കാര്യം സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.